ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു സമയം ഭഗവാൻ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മടുത്തു എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം, പല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സമയം ഭഗവാൻ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, പീസ്ഫുൾ എന്നുള്ളൊരു എനർജിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. എക്സ്ക്ലൂസീവ്ലി സറണ്ടർ ടു കൃഷ്ണ. ആൻഡ് എന്തൂസിയാസം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിട്ടുള്ളത്. അതായത് എപ്പോഴാണ് നമ്മളുടെ ഒരു സമാധാനം നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മോഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല. നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. നമ്മളുടെ പ്ലാനും പദ്ധതികളൊക്കെ തെറ്റിപ്പോകുന്നു. നമുക്ക് ചില കാര്യങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവാം, അത് നമ്മൾ വിചാരിച്ചതുപോലെ നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്, നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റിയിൽ പോകുന്നതുകൊണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ തന്നെ കൽപ്പിച്ചു കൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ഒരു മനസ്സമാധാനം നമ്മൾ തന്നെ പലപ്പോഴും നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു എന്താണോ നമ്മൾ അനുഭവിക്കുന്ന ഭാരം, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ഒരു ഡെസ്റ്റിനിയെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സമാധാനം കളയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണുന്ന പോലെ എക്സ്ക്ലൂസീവ്ലി സറണ്ടർ ടു കൃഷ്ണ, അതായത് ഭഗവാനിൽ നമ്മളുടെ എന്താണോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും. നമ്മളെല്ലാം നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, നമ്മളവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ബാക്കി വിധി പോലെ വരട്ടെ. നമ്മൾ ഓവറായിട്ട് അതിനകത്ത് എനർജി ഇടാനോ അല്ലെങ്കിൽ കരയാനോ, നമ്മളായിട്ട് തന്നെ പിടിച്ചു പിടിയാൽ എനിക്ക് ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ മാറ്റിയെടുക്കണം, ഞാൻ വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ നടന്നു കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനോദുഃഖം എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം എന്താണോ, നിങ്ങൾ അലട്ടുന്ന പ്രശ്നം എന്താണോ, അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമാധാനവും ശാന്തിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു എന്തൂസിയാസം എന്നുള്ളൊരു എനർജിയാണ്. ദാറ്റ് മീൻസ് വളരെ ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ വഴിയിൽ പല പല ആളുകൾ വരും, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്ക് തടസ്സം വരാം. അതൊന്നും നമ്മളുടെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്താതെ വളരെ ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് പോവാം. ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക, അത് ഡൗൺ ആയിട്ടിരിക്കാതെ മുന്നോട്ട് പോകാനാണ് ഭഗവാൻ ഈ ഒരു സമയം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ചിലർ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ വിഷമം പറയാൻ പോലും ഒരാളില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ആരോട് പറയും എന്നുള്ള രീതിയിലൊക്കെ പലരും വിഷമിച്ച് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് അലട്ടുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ വഴി നോക്കി മടുത്തിരിക്കുകയാണെങ്കിൽ നമ്മളത് ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു വിധി എന്താണെന്ന് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് ചിന്തിച്ച് നമ്മളതവിടെ സമർപ്പിക്കുക എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മളുടെ വഴിയിൽ തടസ്സങ്ങൾ പലതും നമ്മളെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. അതിൽ നമ്മൾ കുടുങ്ങിപ്പോവാതെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് നമ്മൾ കർമ്മം ചെയ്യുക എന്ന് പറയും. ആ കർമ്മത്തിൻ്റെ പ്രതിഫലം നമുക്ക് അർഹിക്കുന്ന രീതിയിൽ ഭഗവാൻ തന്നോളും. നമ്മളത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടെ കർമ്മം വൃത്തിയായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം താനേ നമ്മളിലേക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സമയം കാണുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വ്യൂവേഴ്സിന് വന്നിരിക്കുന്ന മെസ്സേജ് ഇതാണ്. അപ്പോൾ നമുക്കിനി നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി വരാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, വിസ്ഡമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സീക്രൽ ചക്ര, ഡിസെപ്ഷൻ ആൻഡ് എൻവി, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി, അതോറിറ്റി, disruption, foundation and achievements, love begins, spiritual strength, new beginnings. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപക്ഷെ സന്തോഷങ്ങൾ വളരെ കുറവും ഒരുപാട് ദുഃഖമായിരിക്കും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുന്നത്. നിങ്ങൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് ഉള്ളതെങ്കിൽ പോലും, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ അളവ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ തീരെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒന്നായിരിക്കും. മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കി, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഒരിക്കലും ഈ ഒരു ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോവില്ല, അത്രയേറെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്. ചിലപ്പോൾ ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ, എനിക്കറിയാം ഇതിനെക്കുറിച്ച് A to Z, എനിക്കറിയാം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയാം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ തകർന്ന് നിൽക്കുന്ന അവസ്ഥ എന്നുള്ളത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ഒരു നോർമൽ ലെവലിലേക്ക്, അതായത് ഒരു ബാലൻസിലേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഇവിടെ നമ്മൾക്ക് നോക്കുമ്പോൾ ആ ഒരു സീക്രൽ ചക്രയ്ക്കാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ആ ഒരു ചിലപ്പോൾ അതിൻ്റെ ഒരു ഇംബാലൻസിങ് ഉണ്ടാവാം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ. നിങ്ങളുടെ സന്തോഷം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഇമോഷണൽ ബാലൻസിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഏജ് വൈസ് നിങ്ങൾ അത്രയേറെ പ്രായമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത്. ഒരു സ്ത്രീക്കോ പുരുഷനോ ഒക്കെ വേണ്ടുന്ന ഒരു സന്തോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ കളിയാക്കി പറയുന്ന പോലെ ഒരു സന്യാസി ജീവിതത്തിലൂടെ പോകുന്നത് പോലെയുള്ള ഒരു ലൈഫാണോ നിങ്ങളുടേതെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. നിങ്ങളുടെ പാർട്ട്ണർ അപ്പുറത്ത് ഉണ്ടാവാം, നിങ്ങളുടെ മനസ്സിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ കൊണ്ടു നടക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടാവാം, ഒരു കാലത്ത് ഒരുപാട് സ്നേഹം തന്ന ആ ഒരു പേഴ്സണൊക്കെ ആയിരിക്കും. പക്ഷേ നിലവിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു സന്തോഷവും ഇല്ലാതെ നിങ്ങളുടെ ഒരു പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വത നേടിയതുപോലെയുള്ള ഒരു അവസ്ഥയോ കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു അധികം പ്രായമില്ലാത്തൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഏജായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ സ്പിരിച്വലി കണക്റ്റൊക്കെ ആവേണ്ടുന്നത് പോലെയുള്ളൊരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം പോകുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സന്തോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു തരത്തിലും ആ ഒരു ലെവലിൽ എത്താതെ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥന, വഴിപാടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ ആയിരിക്കാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക് സൈൻ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് പോലെയുള്ള ഏതെങ്കിലും ആയിരിക്കാനുള്ള ഒരു വാട്ടർ സൈൻ ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ കൂടുതൽ ആയിട്ട് മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു മറ്റൊരു ലെവലിലേക്ക് എത്തിയതുപോലെയുള്ള ഒരു തോന്നലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇല്ല, ആ ഒരു സെക്ഷുവാലിറ്റി, ഡിസയർ, ആ ഒരു പ്ലഷർ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഒരു പ്രായത്തിനേക്കാൾ കവിഞ്ഞൊരു മെച്യൂരിറ്റി എടുക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഒരു സന്യാസ ലെവലിലേക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ചതി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ചീറ്റിംഗ് ഏറ്റുവാങ്ങിയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾ. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച, അല്ലെങ്കിൽ അത്രയും കമ്മിറ്റ്മെൻ്റ് ഉണ്ടായ, നിങ്ങളുടെ എല്ലാമാണ്, നിങ്ങൾക്ക് എല്ലാ നോളേജും ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പറ്റി ഉണ്ട് എന്ന് വിചാരിച്ച ഈ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ചീറ്റിംഗ് അനുഭവിച്ച് ആകെ തകർന്നിരിക്കുകയാണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ നന്നായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ വേണം
എന്നുള്ളൊരു രീതിയിൽ പോയതായിട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുള്ള വ്യക്തികളുടെ എനർജിയും ഇതിനകത്ത് വളരെ കൂടുതലാണ്. അതായത് പലപ്പോഴും സ്നേഹം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ ആ ഒരു പേഴ്സൺ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് കാണുമ്പോൾ പലർക്കും 90% ആൾക്കാർക്കും അതൊരു വലിയൊരു ട്രോമയായിട്ട് ഫീൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എത്ര സ്നേഹമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ദേഷ്യം വരാം. അവർ നമ്മളുടെ കൈപ്പിടിയിൽ നിന്ന് ചാടിപ്പോവോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും കൂടി ഹോൾഡ് ചെയ്ത് മുറുക്കി വെക്കാൻ നോക്കും. അവരുടെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കും, ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള വ്യക്തി ഒന്നും കൂടി നമ്മളുടെ കൈകളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മളുടെ സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടപെടാനൊക്കെ പോകുന്നത്. പക്ഷെ അവർക്കത് തീർത്തും ചിലപ്പോൾ അരോചകമായിട്ട് തോന്നുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ എല്ലാം നഷ്ടപ്പെട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ വരെ പോയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, അന്ന് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഒരു കൺട്രോളിങ് ആ ഒരു പേഴ്സണിൻ്റെ മേൽ വെക്കേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്രവൃത്തി ഇതിൽ നിന്ന് ഒഴിവാക്കായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തില്ല. നിങ്ങൾ അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അന്നത്തെ ഒരു ആവേശത്തിൻ്റെ പേരിൽ ചെയ്തതാണ് എന്നൊക്കെ ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ആഹ് നിങ്ങളുടെ പാർട്ണറുടെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു ചതിയുടെ ഭാഗമായതുകൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ നിയന്ത്രണം കൊണ്ടോ ഒക്കെ ഇതിനകത്ത് എന്താണെന്നുണ്ടെങ്കിലും ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരിക്കാം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്പിരിച്വലി കണക്റ്റ് ആവാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ഓക്കെയായി കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. കാര്യം അവരിൽ നിന്ന് കുറഞ്ഞൊരു സന്തോഷമാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ലൈഫ് സ്പാൻ എടുത്ത് നോക്കുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് വളരെ കുറവും ദുഃഖം ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിലും അത് വിട്ട് കളയാനായിട്ട് പറ്റാത്ത രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ ചിലരെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ്. അവരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്കേ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആരോടാണോ ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന ഒരു ആത്മബന്ധം വേറെ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും അതിനേക്കാളും നല്ല പേഴ്സൺ വന്നു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വളരെ കുറച്ച് പേര് ചിലപ്പോൾ പുതിയൊരു ചോയ്സസ് ഒക്കെ കാണുമ്പോൾ അതിലേക്ക് പോകും, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാർ. പക്ഷേ ചിലവർ ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ശരി തെറ്റുകൾ തിരിച്ചറിയാൻ നമുക്കായിരിക്കും കഴിയുന്നത്. ഇപ്പോൾ നമുക്കൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് തവണ ക്ഷമിച്ചു കൊടുത്തിട്ടും നമ്മളുടെ വ്യക്തി വീണ്ടും 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 ഇതാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളവിടെ നമ്മളുടെ യുക്തിയാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മളുടെ റിലേഷൻഷിപ്പിലെ പാറ്റേൺ ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എത്ര ക്ഷമിച്ചിട്ടും ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത് ഈ ഒരു തരത്തിലാണ്. അപ്പോൾ അവിടെ അത് തുടരണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനമാണ്. അതേസമയം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് കൊണ്ടും ഒക്കെ അകൽച്ച ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ മുഴുവൻ നമ്മളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. അത് ഇനി എനിക്ക് അതിലേക്ക് പോകണ്ട, അതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കിനി ദുരിതങ്ങളായിരിക്കും, ഞാൻ വിഷമിച്ചുകൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അവർ വളരെ ധൈര്യമായിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അവർ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും അവർ തീരുമാനം എടുക്കുന്നത്. ചിലവരങ്ങനെയല്ല. ഒരിക്കൽ ഇത് ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയും അവരുടെ ഒരു മൈൻഡ് സെറ്റാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണ്ടത് അവിടെ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അർദ്ധ മനസ്സിൽ പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കരുത്. അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർക്കൊന്നും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുമ്പോൾ റിസൾട്ടൊന്നും കിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ മാനിഫെസ്റ്റേഷൻ്റെ ചിലപ്പോൾ പ്രോസസ്സ് നിങ്ങൾ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നുണ്ടാവാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സാന്നിധ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം, അതിനാണ് ഏറ്റവും ഒരു പ്രാധാന്യം വേണ്ടത്. അപ്പോൾ അത് കൊടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മളുടെ റിലേഷൻഷിപ്പിന് ഇതുപോലെ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിരിക്കാം. അവർക്ക് ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളവിടെ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാത്തിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഈ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് എനർജി പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ ആ ഒരു സ്പിരിച്വാലിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അപ്ഗ്രഡേഷനൊക്കെ വേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ആ ഒരു ലെവലിലേക്കൊക്കെ പോവുള്ളൂ. അല്ല റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കര സന്തോഷമാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു രണ്ടുപേരും,
ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്നു, ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു വ്യക്തി ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്കൊക്കെ പോകുന്ന കാര്യം ഉണ്ടാവാത്തൊരു സംഭവമാണ്. കാരണം അവർ ഈ ലോകത്തിലുള്ള മായിക സുഖങ്ങളുടെ പുറകെ ആയിരിക്കും കൂടുതലും നടക്കുന്നത്, അല്ലെങ്കിൽ അതിലായിരിക്കും കൂടുതൽ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത്. എപ്പോഴാണോ നമുക്ക് കൂടുതൽ ഒരു ദുഃഖങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടേണ്ടി വരും, അപ്പോഴാണ് ഒരു വ്യക്തി കൂടുതലായിട്ടും സ്പിരിച്വലി തിരിയാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ശക്തിയെ, ആ ഒരു യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അവസാനിച്ചിടത്ത് നിന്ന് നമ്മളിവിടെ ആ ഒരു ഡിസപ്ഷനാണ് കണ്ടത്. നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരവസ്ഥയാണ്. ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും ആ ഒരു നമ്പർ വൺ എനർജിയാണ്, ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരവസ്ഥ. ആ ഒരു ലവ് ബിഗിൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എവിടെ നിന്നാണോ തകർന്നത്, അല്ലെങ്കിൽ എവിടെയാണോ എൻഡ് ആയത്, അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് നമ്മളിവിടെ പറഞ്ഞ പോലെ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ചീറ്റിംഗ് നടന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു, എനിക്കത് വേണ്ട, ഞാനത് ഉപേക്ഷിച്ചു, എനിക്കിനി അതിൻ്റെ പുറകെ പോകണ്ട എന്ന് വിചാരിച്ച് ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അപ്പോഴും നമ്മൾ ആ ഒരു സ്പിരിച്വൽ ആ ഒരു കാര്യങ്ങളൊന്നും വിട്ട് കളയരുത്. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ പതിയെ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ റൂട്ടിലേക്ക് പോകും. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് എപ്പോഴും തുടർന്നുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചെറിയ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിയില്ലാത്തവരായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടെന്ന ആവശ്യമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവസാനിച്ചിടത്ത് നിന്നുള്ള ഒരു തുടക്കം ഇവിടെ ഉള്ളതായിട്ട് തന്നെ കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാറ്റി ഇത് അവസാനിപ്പിച്ചു എന്ന് കരുതുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഈ ഒരു ന്യൂ ബിഗിനിങ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്, അതുപോലെയുള്ള ഒരു വ്യക്തി, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നെന്ന് വരാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ കാത്തിരിക്കുന്നവരാണ്, യൂണിവേഴ്സിലെല്ലാം സമർപ്പിച്ച് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്നേഹം, ഏത് വ്യക്തിയുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ. നമുക്കിവിടെ ഒരു ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയും കൂടിയാണത്. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം, ഒരു ഫാമിലി പോലെ കണ്ടൊരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സ് മടുക്കാതെ എന്ത് കാര്യം ചെയ്യുന്നു, നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു ഭഗവാന്റെ മെസ്സേജ് എടുത്തപ്പോൾ കണ്ടതുപോലെ തന്നെ നമ്മളുടെ ഒരു കർമ്മം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമ്മളെ തേടി വരും. അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ചിലർക്കത് പെട്ടെന്ന് കിട്ടും, ചിലർക്കത് വൈകിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ഡിലേ ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മൾ റീഡിങ്ങിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തോ എൻ്റെ ഒരു പാറ്റേണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തത്. അപ്പോൾ ഞാൻ അതിൽ വിട്ടു നിൽക്കണോ, അല്ലെങ്കിൽ അതിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണോ, എന്താണ് ഞാനിപ്പോൾ അതിൽ വേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിലാക്കാനൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നത്. ഇപ്പോൾ ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വരുമ്പോൾ പറയാറുണ്ട് വെയിറ്റ് ചെയ്തിരുന്നോളൂ കാര്യം നടക്കും എന്നുള്ളത്. ചിലർക്ക് അങ്ങനെ ഇരുന്നിട്ട് റിസൾട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് അത് വിട്ടു പോകേണ്ട ഒന്നായിരിക്കും, അവരുടെ ആ ഒരു കണ്ണിയറ്റ് മാറി പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് അവർ എത്ര കാത്തിരുന്നിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മൾ സ്വയം നമുക്കൊരു ഇൻറ്റ്യൂഷൻ പറയുന്നത് അനുസരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് ഒരുപാട് കാത്തിരുന്ന് വേരിറങ്ങി എന്ന് പറയുന്ന ആൾക്കാരോടാണ് അത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് എന്തൊക്കെ തെറ്റുപറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തെറ്റുപറ്റി എന്നുള്ളൊരു അനലൈസിങ്ങും കൂടി നമുക്ക് വേണം. ആ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുകൂടി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ചില റിലേഷൻഷിപ്പിൽ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് നിയന്ത്രണങ്ങൾ കാര്യങ്ങൾ വരുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ താളം തെറ്റിക്കും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിയന്ത്രണം കൂടുന്ന അതിനനുസരിച്ച് നുണ പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും. അല്ല, ചിലതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് കൊണ്ടുപോയിട്ട് നമ്മളുടെ എനർജി അങ്ങോട്ട് കൊട്ടിക്കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കണ്ണും മിഴിച്ച് നമ്മൾ വേറെ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല. ഇതേ ശരണം എന്നും പറഞ്ഞ് ഇവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോകുന്നു, എവിടെ വരുന്നു, ഓൺലൈനിലുണ്ടോ. അതായത് നമ്മളുടെ എനർജി നമ്മൾ വേറെ കാര്യങ്ങൾക്കൊക്കെ, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഇതുപോലെ തന്നെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പാർട്ട്ണറിനെ 24 മണിക്കൂറും നമ്മൾ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ സമാധാനമല്ല കിട്ടുന്നത്. നമ്മളുടെ സ്വസ്ഥത നശിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് സംശയം വരുമ്പോഴാണ് 24 മണിക്കൂർ നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തെറ്റ് നമുക്ക് നേരത്തെ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ പാളിച്ചകൾ പറ്റിയെന്ന് നമുക്ക് സ്വയം തോന്നുന്നുണ്ടോ, അത് നമ്മൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലവർക്ക് റിലേഷൻഷിപ്പിലുള്ള സമയത്ത് അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സമയത്ത് തെറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ വീണ്ടും ആ ഒരു വ്യക്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു മിനിമം ഒരു സ്പേസ് രണ്ടു പേർക്കും ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഒരു റിലേഷൻഷിപ്പിൽ വേണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക.
പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ണറാണ്. നമ്മളുടെ വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ആ ഒരു ചീറ്റിംഗ് തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മളാണ് മാറി ചിന്തിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കറന്റ്ലി നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്നവരാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളൊരു തകർച്ചയിലാണ് അല്ലെങ്കിൽ ഒരു വിഷമത്തിൻ്റെ അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം വരും. ആ ഒരു യൂണിവേഴ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കർമ്മം എന്താണോ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വേറെ പല കാര്യങ്ങളിൽ പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാറിയിരിക്കേണ്ടുന്ന ഒരാവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ആ ഒരു ലൈഫിലുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്താണോ അവസാനിച്ചത് അവിടുന്ന് വീണ്ടും ഒന്ന് എന്ന് പറഞ്ഞുള്ള ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നമുക്കിവിടെ ഓവറോളായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബേർഡൻ തലയ്ക്കകത്തിരിക്കുന്നത് കൊണ്ട് മാത്രം ലൈഫിലെ പല പല സന്തോഷങ്ങൾ മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ചിലരെ സംബന്ധിച്ച് പാട്ട് കേൾക്കുന്നതായിരിക്കും സന്തോഷം. നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു എനർജി ബൂസ്റ്റർ പോലെ ഒരു സന്തോഷം തോന്നുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാഹിത്യപരമായിട്ടുള്ള കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാൻസ് ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. കുറച്ച് ഏജ് ആണെന്നുണ്ടെങ്കിൽ പോലും നേരത്തെ പഠിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും. പക്ഷെ പലതും പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ ഒരു കാര്യമുള്ളതുകൊണ്ട് ഇതൊക്കെ ശരിയായിട്ട് ഞാൻ അതെല്ലാം ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇവിടെ നമ്മൾ കണ്ടതുപോലെ നിങ്ങളുടെ ആ ഒരു ചക്രാസ് എപ്പോഴും ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിന് ഒരു മാറ്റം കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എല്ലാവരും പോയിട്ട് ഒരു യോഗ ക്ലാസ്സിൽ പോയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് ഒന്നും ചെയ്യാൻ നമ്മളുടെ ഒരു മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മനസ്സമാധാനം തരുന്നൊരു കാര്യം. അപ്പോൾ ഇവിടെ ആ ഒരു ഇംബാലൻസിങ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്ത് വരണം. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു വഴി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആകത്തുകയായിട്ട് അല്ലെങ്കിൽ ഇനി എന്താണ് ഇതിനകത്തേക്ക് വരാൻ പോകുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യമേ ആ ഒരു ഭഗവാന്റെ മെസ്സേജിൽ തന്നെ നമ്മൾ ആ ഒരു സന്ദേശത്തിൽ കണ്ട കാര്യമാണ് എല്ലാ കാര്യങ്ങളും അവിടെ സറണ്ടർ ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. നമ്മുടെ വിഷമം, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അവിടെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഹാപ്പി ആയി. നമ്മൾ നമുക്കൊരു പ്രൊട്ടക്ടർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കാര്യം നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുണ്ട്, ഒരു എനർജി ഉണ്ട് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും പിടിവാശിയില്ല. എന്താണോ നമുക്ക് നല്ലത് അത് നമുക്ക് ഭഗവാൻ തരും, അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് തരും എന്നുള്ളൊരു വിശ്വാസം നമ്മളെ വളരെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. അവിടെ നമുക്ക് വന്ന ആ ഒരു മെസ്സേജും എന്തൂസിയാസം പോലെയുള്ള മെസ്സേജ് ആയിരുന്നല്ലോ നമുക്ക് അവിടെ എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ കിട്ടിയത്. അതായത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ലൈഫിൽ പല അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. ഒരിക്കലും നമ്മളുടെ വഴിയിൽ ഇരുന്ന് പോകരുത്. ഒരു പ്രതിസന്ധിയിൽ ഞാൻ പെട്ടു. എന്നാൽ പിന്നെ അവിടെ തന്നെ ഇരുന്നേക്ക്, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് പുറത്തേക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് നിങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സും പ്രവൃത്തിയും കൂടി അടിസ്ഥാനപ്പെടുത്തിയതാണ് ആ ഒരു മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഗൈഡൻസ് മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭഗവാന്റെ സന്ദേശമൊക്കെ ആയിട്ട് എടുത്തത് കൊണ്ട് ഇന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇന്ന ക്ലൂസ് എന്നൊന്നും പറഞ്ഞ് എടുക്കുന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അല്ല, റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള മനസ്സിലേക്ക് നിങ്ങൾ വരികയും വേണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.